വേൾഡ് കപ്പിൽ മറ്റൊരു അട്ടിമറി വിജയം നടന്നിരിക്കുകയാണ്. ഇന്ന് അഫ്ഗാനിസ്ഥാൻ ന്യൂസിലാൻഡിനെയാണ് തോൽപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം USA പാകിസ്ഥാനെ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വേൾഡ് കപ്പിൽ മുഴുവനും അട്ടിമറി വിജയങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ വിജയം അട്ടിമറി എന്ന് പറയാൻ സാധിക്കില്ല. ന്യൂസിലാൻഡിനേക്കാൾ മികച്ച കളി തന്നെയാണ് അഫ്ഗാനിസ്ഥാൻ കാഴ്ചവെച്ചത്. അഫ്ഗാൻ ഇപ്പോൾ മെയിൻ ടീം തന്നെയാണ്. അഫ്ഗാനിസ്ഥാൻ്റേത് അട്ടിമറി വിജയമല്ല, ശരിക്ക് കളിച്ചാണ് അഫ്ഗാൻ ഇന്ന് ജയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പാകിസ്ഥാൻ അഫ്ഗാൻ മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ഫസ്റ്റ് ബാറ്റ് ചെയ്തത് അഫ്ഗാനായിരുന്നു. അവർക്ക് സ്വപ്ന തുടക്കമായിരുന്നു ഇന്ന് ലഭിച്ചത്. അവരുടെ ഓപ്പണേഴ്സ് അടിച്ചു കളിച്ചു. ഒരു വിക്കറ്റ് കിട്ടാതെ ന്യൂസിലാൻഡ് ബൗളേഴ്സ് വലയുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടത്. 103 റൺസിലാണ് അഫ്ഗാന്റെ ആദ്യത്തെ വിക്കറ്റ് പോയത്. കുർബാസ് മികച്ച കളി പുറത്തെടുത്തു. പിന്നീട് അഫ്ഗാനിസ്ഥാൻ 20 ഓവറിൽ 160 റൺസിന്റെ ടാർഗറ്റാണ് ന്യൂസിലാൻഡിന് കൊടുത്തത്. പിന്നീട് ന്യൂസിലാൻഡ് സെക്കൻഡ് ബാറ്റിംഗിന് ഇറങ്ങി. ഫിന്നലനും ഡെവോൺ കോണോവിയുമാണ് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. കളിയുടെ ആദ്യ ബോളിൽ തന്നെ ഫിന്നലൻ ഔട്ടായി മടങ്ങി. രണ്ടാം ഓവറിൽ ഡെവോൺ കോണോവിയും പുറത്തായി. ഇതോടുകൂടി ന്യൂസിലാൻഡ് ഒന്ന് ട്രാപ്പിലായി. പിന്നീട് വന്ന വില്യംസൺ, ഡാറി മിച്ചലെല്ലാം പെട്ടെന്ന് തന്നെ ഔട്ടായി മടങ്ങി. 43 റൺസിൽ 5 വിക്കറ്റ് അവരുടെ പോയി. റാഷിദ് ഖാൻ മികച്ച ബൗളിംഗ് ആണെന്ന് കാഴ്ചവെച്ചത്. 4 വിക്കറ്റാണ് റാഷിദ് ഖാന് ഇന്ന് ലഭിച്ചത്. അതുപോലെ ഫറൂഖിക്കും. ഇതോടുകൂടി ന്യൂസിലാൻഡ് ചാരമായി. അഫ്ഗാന്റെ ബൗളിംഗിന് മുന്നിൽ ന്യൂസിലാൻഡിന് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. 75 റൺസിൽ ന്യൂസിലാൻഡ് ഓൾ ഔട്ടായി. വേൾഡ് കപ്പിലെ ചരിത്ര വിജയമാണ് അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. ന്യൂസിലാൻഡിന് ഇത് നാണക്കേട് തന്നെയാണ്. അഫ്ഗാനെ പോലെ ഒരു ടീമിനെതിരെ 75 റൺസിലാണ് അവർ ഓൾ ഔട്ടായിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ ഇപ്രാവശ്യം രണ്ടും കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത്. 84 റൺസിന്റെ കൂറ്റൻ വിജയമാണ് അഫ്ഗാനിസ്ഥാൻ സ്വന്തമാക്കിയിരിക്കുന്നത്. അഫ്ഗാൻ ഇപ്പോൾ വമ്പൻ ടീമായി മാറിയിരിക്കുകയാണ്. ചെറിയ ടീമുകൾ വലിയ രീതിയിലേക്ക് വളർന്നു വരികയാണ്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.